മക്കൾ ഏതൊരു മോശം പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അമ്മമാർക്ക് അവരെ തള്ളിക്കളയാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അവനെ അല്ലെങ്കിൽ അവളെ അതിൽ നിന്നും തിരികെ കൊണ്ടുവരണം എന്നായിരിക്കും ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന. കാരണം നൊന്തു പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അവർക്കേ അറിയൂ അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന്. എന്നാൽ അങ്ങനെ നൊന്തുപെറ്റ ഒരു മകൻ അമ്മയുടെ ജീവൻ കവർന്നെടുത്തുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. അമ്മയെ നിഷ്കരുണം ഇല്ലാതാക്കിയ ശേഷം ശാന്തനായി പുറത്തിറങ്ങിയ അവൻ പറഞ്ഞത്, ഇനി എനിക്ക് അച്ഛനെയും ഇതുപോലെ ഇല്ലാതാക്കണമെന്നാണ്. അവർ രണ്ടുപേരുമാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്നും. ഇത് ഒട്ടുമിക്ക ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെയും സ്ഥിരം പല്ലവിയാണ്. തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നവരെ തന്നെ പഴിചാരുന്ന അവസ്ഥ. കണ്ണൂരിലെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഒരിക്കലും കാണരുത്. ഇത് നമ്മുടെ വരാനിരിക്കുന്ന തലമുറയുടെ നേർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ് പൊടുന്നനെ ലഹരിക്കടിമയായി ഈ നിലയിലേക്ക് എത്തിയത്. ഒരു കുറവുമില്ലാതെയാണ് ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന പയ്യനെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയത്. ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പുമെല്ലാം നടത്തി നല്ല നിലയിൽ ജീവിച്ചു പോരുകയായിരുന്നു ആ കുടുംബം. പുഞ്ചിരിയോടെയല്ലാതെ ഗീതമ്മ എന്ന ആ സ്ത്രീയെ നാട്ടുകാരും കണ്ടിട്ടുണ്ടാകില്ല. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനത്തിൽ മിടുക്കനുമായിരുന്നു. എന്നാൽ അവിടെ വെച്ചുള്ള ഏതോ ഒരു നിമിഷത്തിൽ അവൻ ലഹരിക്ക് അടിമപ്പെടുകയായിരുന്നു. ഇതോടെ അവൻ പഠനം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടും ലഹരി ഉപയോഗം തുടർന്നതോടെ വീട്ടിലത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. കാരണം മക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ലഹരിയുടെ ഇരുട്ടിൽ നിന്നും മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നത് മാത്രമായിരുന്നു ഗീതമ്മയുടെ ആഗ്രഹം. അതിനായി അവനെ പല സമയങ്ങളിലായി ഉപദേശിക്കാനും ചീത്ത പറയാനും ഒക്കെ ആ അമ്മ ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം അവൻ്റെ ഉള്ളിലൊരു പകയായി നിലനിൽക്കുകയായിരുന്നു. ദീർഘനാളായി വിദേശത്തായിരുന്ന ക്രിസ്റ്റിയുടെ പിതാവ് തങ്കച്ചനും നാട്ടിലേക്ക് എത്തിയത് ഒരു സ്വൈര ജീവിതം ആഗ്രഹിച്ചായിരുന്നു. എന്നാൽ ആ പിതാവിനും ഇവിടെ കേൾക്കേണ്ടി വന്നത് തൻ്റെ മകൻ്റെ ലീലാവിലാസങ്ങളാണ്. നിലവിൽ എറണാകുളത്തായിരുന്ന ക്രിസ്റ്റി വല്ലപ്പോഴുമൊക്കെയായിരുന്നു വീട്ടിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി ഈ ലഹരിയുടെ പേരിൽ തന്നെ അമ്മയും മകനും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ സ്വന്തം പെറ്റമ്മയെ നിഷ്കരുണം ഒരു കത്തി ഉപയോഗിച്ച് അവൻ ഇല്ലാതാക്കി. ഈ സമയം തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗതിയും ഇതുതന്നെയായേനെ. അമ്മയെ ഇല്ലാതാക്കിയ ശേഷം പുറത്തേക്കിറങ്ങിയ മകൻ സമീപത്തുള്ള ഒരു കടയിൽ പോയിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. തുടർന്ന് അവിടേക്കെത്തിയ അയൽവാസിയോട് എനിക്ക് അച്ഛനെയും കൊല്ലണമെന്ന് യുവാവ് വിളിച്ചു പറഞ്ഞു. പിന്നീട് ആ യുവാവ് തന്നെയാണ് ഇയാളെ ശാന്തനാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വന്തം മകനെ രക്ഷിക്കാൻ നടത്തിയ ഒരു അമ്മയുടെ പോരാട്ടമാണ് അവിടെ അവസാനിച്ചത്. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ചിന്താശേഷിയെയും മാനുഷികതയെയും എങ്ങനെ തകർക്കുന്നു എന്നതിന് നടുക്കുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. പല മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ എന്ത് കുറ്റം ചെയ്താലും എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള ആത്മവിശ്വാസമൊക്കെ മാറ്റിവെച്ച് മക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുമായൊക്കെ കൂട്ടുകൂടുന്നു, അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നെല്ലാം എപ്പോഴും ശ്രദ്ധിക്കുക.